നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്ന പോലെ തന്നെ പകൽപൂരം അതിന്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു വലിയ ജനാവലി തന്നെ ഇപ്പോൾ പകൽപൂരം കാണാനായി മൈതാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഈ പൂരം ഇങ്ങനെ കെട്ടിക്കേറുക എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു വെക്കുക എന്നുള്ളതാണ്. അത്രമാത്രം ആവേശത്തോടു കൂടി തന്നെ ഈ പൂരം, ഈ പകൽപൂരത്തിൽ കൊട്ടിക്കയറി വരുന്നു. ഒരു ഭാഗത്ത് തിരുവമ്പാടി വിഭാഗം, ഒരു ഭാഗത്ത് പാറമേക്കാവ് വിഭാഗത്തിൽ നിന്നും ഈ രണ്ട് പൂരങ്ങളും ഈ ശ്രീമൂലസ്ഥാനത്തിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കുടമാറ്റം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുടകൾ ഇങ്ങനെ മാറി മാറി കാണിക്കുന്നു. നമ്മൾ ഇന്നലെ കണ്ട ആ ചടങ്ങുകളെല്ലാം തന്നെ വീണ്ടും ഈ പകൽപൂരത്തിലും ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഇലഞ്ഞിത്തറ മേളത്തിൽ കിഴക്കൂട്ട് അനിയന്മാരുടെ ആ ഒരു മേളം ഒരുപക്ഷെ ആസ്വദിച്ച് കേൾക്കാൻ കഴിയാത്തവർക്ക് അത് വീണ്ടും ഇന്ന് ഈ പകൽപൂരത്തിൽ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരം അതും ഇപ്പോൾ ഈ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മേളത്തിൽ നമുക്ക് കാണുന്നു. അതുപോലെ തന്നെ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന ആ മേളം ആസ്വദിക്കാത്തവർക്ക് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആ ഒരു മേളത്തോടു കൂടി അവർ കയറി വരുന്നു. അവിടെ ആ മേളം അങ്ങനെ കൊട്ടി മുറുകുന്ന ഒരു കാഴ്ചയും കേൾവിയും ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്. അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരു വലിയ ജനാവലി, മുൻപെങ്ങും ഇല്ലാത്ത നിരക്ക് ഒരു വലിയ ജനാവലി ഈ ഒരു പൂരത്തിന് സാക്ഷികളായിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നു. അതുതന്നെയാണ് അപ്പോൾ നിറങ്ങളുടെയും എല്ലാം തന്നെ നിറങ്ങളുടെ, അതുപോലെ തന്നെ ശബ്ദത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, കാഴ്ചകളുടെ എല്ലാം തന്നെ ഒരു പൂരം. അതാണ് ഇപ്പോൾ തൃശ്ശൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ പൂരത്തിൻ്റെ പകൽപൂര ദിവസം, ആ പകൽപൂര ദിവസം കഴിഞ്ഞ ദിവസം കണ്ട എല്ലാ സംഗതികളും ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നു. അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ ഈ തിടം പേറ്റിയിരിക്കുന്ന രണ്ട് ആനകളും അത് ഈ തിടമ്പോടുകൂടി അവർ അകത്ത് കയറി വടക്കുന്നാഥനെ വണങ്ങിയതിന് ശേഷം പുറത്ത് വന്ന് ഇരു ഭാഗങ്ങളിലുമായി നിന്നുകൊണ്ടാണ് ഉപചാരം ചൊല്ലുന്നത്. ഉപചാരം ചൊല്ലി പിരിയുന്നത്. തുടർന്ന് വെടിക്കെട്ടോടുകൂടി പകൽപൂരത്തിൻ്റെ വെടിക്കെട്ടോടുകൂടി ഇത് പൂർണ്ണമായി സമാപനം ആകുന്നു. ഇന്നത്തെ ഈ ഒരു പകൽപൂരത്തിൻ്റെ ചടങ്ങുകൾ ഏതാണ്ട് അവസാനിക്കുന്നു. ആ നിരക്കാണ് പോവുക. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ ആയിരുന്നു ഈ പൂരത്തിൻ്റെ വെടിക്കെട്ടുണ്ടായിരുന്നു. ആ പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ സമയത്തും വലിയ ഒരു തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടു. അത് അങ്ങനെ കാണാൻ വേണ്ടി കഴിഞ്ഞു. കൂടുതൽ ആളുകളുടെ ഒരു വരവ് ഈ തവണത്തെ 2023 പൂരത്തിൽ അത് ഓരോ തവണയും പൂരം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. ആ പൂരത്തിൻ്റെ വളർച്ചയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ വളർച്ചയിലേക്ക് പൂരം എത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ഈ 2023 കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അങ്ങനെ ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ, അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടായ്മ. നമുക്കറിയാം ഈ തൃശ്ശൂർ പൂരം വന്ന് കൂടുന്നവരുടെ പൂരമായി മാറുന്ന ഒരു പൂരം. കാഴ്ചക്കാർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള പൂരം. അതുതന്നെയാണ് പൂരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്തായാലും ആ പകൽപൂരം അതിൻ്റെ ആ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇടത് ഭാഗത്തു നിന്ന്, ഈ ശ്രീമൂലസ്ഥാനത്തിൻ്റെ ഇടത് ഭാഗത്തു നിന്ന് പാറമേക്കാവ് വിഭാഗവും ഒപ്പം തന്നെ വലത് ഭാഗത്തു നിന്ന് തിരുവമ്പാടി വിഭാഗവും വന്നു. അവർ പന്തലുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഈ കുടമാറ്റം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുടമാറ്റം നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിലുള്ള ചടങ്ങുകളെല്ലാം തന്നെ ഇന്നലെ നടന്ന അതേ ചടങ്ങുകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അതിനുശേഷം ഈ തിടം പേറ്റിയ രണ്ട് ആനകൾ അകത്ത് പോയി വടക്കുന്നാഥനെ വണങ്ങിയതിന് ശേഷം തിരികെ എത്തി അവർ ഈ വിളക്കിന് ഇരുപുറവുമായി നിന്നുകൊണ്ട് ഉപചാരം ചൊല്ലി പിരിയുന്നു. അതാണ് ഈ പൂരത്തിൻ്റെ ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു ദൃശ്യമെന്ന് പറയുന്നതും അതുതന്നെയാണ്. അതിനെയാണ് എല്ലാവരും ആ നിലയ്ക്ക് അടയാളപ്പെടുത്തുന്നത്. വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരു ദേവതമാരും ഉപചാരം ചൊല്ലി പിരിഞ്ഞു പോവുകയാണ്. ഒപ്പം തന്നെ അടുത്ത പൂരം എന്നത്തേക്കാണ് എന്നതുകൂടി തീയതി നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ എപ്പോൾ നടക്കും എന്ന കാര്യത്തിൽ കൂടി കാര്യത്തിൽ കൂടി വ്യക്തതയുണ്ടാകും. ഒപ്പം ഈ മേളം അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് മുറുകുമ്പോൾ ആളുകളുടെ ഒരു ആവേശം തന്നെ നമുക്ക് ഇവിടുന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണുന്നുണ്ട്. കൈകളൊക്കെ ഉയർത്തി അവർ ആ മേളത്തിന് താളം പിടിക്കുന്ന കാഴ്ച, കൈകളിലിരിക്കുന്ന ബലൂണുകൾ പോലും തുള്ളിച്ചുകൊണ്ട് ആ നിലക്ക് ആ താളത്തിനോടൊപ്പം ചേർന്ന് പോകുന്ന ഒരു കാഴ്ച. മേളത്തിൽ അത്രമാത്രം താളബോധത്തോടു കൂടിയുള്ള കാഴ്ചക്കാർ, മേളത്തിലെ ആരാധകർ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ മേളത്തിൽ എല്ലാത്തിലും ആളുകളുടെ എല്ലാവരുടെയും തന്നെ എല്ലാത്തിലും ആളുകൾ പങ്കാളികളാകുന്നു. അത് തന്നെയാണ് ഈ തൃശ്ശൂർ പൂരത്തെ മറ്റ് പൂരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും. അങ്ങനെ തന്നെയാണ് ഇന്നലെ നടന്ന ചടങ്ങുകൾ തന്നെയാണ് ഇന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ മേളത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെ അരങ്ങേറിയ വെടിക്കെട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെസോയുടെയും പോലീസിന്റെയും കനത്ത നിയന്ത്രണത്തിലാണ് ഇന്ന് പുലർച്ചെ വെടിക്കെട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു തരത്തിൽ വലിയ ഒരു നിയന്ത്രണം ഈ
വെടിക്കെട്ട് ആസ്വദിക്കുന്നതിൽ നിന്ന് പൂരപ്രേമികൾക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു? അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് വെടിക്കെട്ടിനെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആളുകൾ നിയന്ത്രണങ്ങളെ പോലും അതിനെ ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു പ്രതികരണമാണ് ഈ പൂര ആസ്വാദകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും രാവിലെ 3 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അല്പം വൈകിയാണ് വെടിക്കെട്ട് ആരംഭിച്ചത്. എന്നാൽ ഇരു വിഭാഗങ്ങളും തങ്ങൾ കുടമാറ്റത്തിൽ ഉൾപ്പെടെ കാണിച്ചിരുന്ന ആ ഒരു വിസ്മയ കാഴ്ച അത് വെടിക്കെട്ടിലും ഇരു കൂട്ടരും പാറമേക്കാവും ഒപ്പം തന്നെ തിരുവമ്പാടിയും കാണിച്ചു തന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആകാശത്ത് നിറങ്ങളുടെ വിസ്മയം തീർത്ത, ശബ്ദത്തിൻ്റെ വിസ്മയം തീർത്ത, ശബ്ദം കൊണ്ടും നിറം കൊണ്ടും വിസ്മയം തീർക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു പുലർച്ചെ ഉണ്ടായിരുന്ന വെടിക്കെട്ട് എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു വെടിക്കെട്ട് അത് ശരിക്കും വെടിക്കെട്ട് തന്നെയായി തന്നെ ഇരു കൂട്ടരും അവർ ആരും തന്നെ മോശക്കാരല്ല, ആരും തന്നെ മുകളിലോ താഴെയോ അല്ല എന്നുള്ള നിലയിൽ തന്നെ മുഴുവൻ പൂരത്തിൻ്റെ മുഴുവൻ സൗന്ദര്യങ്ങളും ഓരോ ഘട്ടത്തിലും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അങ്ങനെ തന്നെയാണ് ഇത്തവണത്തെ പൂരവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൂരത്തിൻ്റെ ആ മേളം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇരു പൂരങ്ങളും വന്ന് ഇരുഭാഗങ്ങളിലുമായി നിൽക്കുന്നു, അവിടെ കുടമാറ്റം നടക്കുന്നു, മേളം തുടരുന്നു. ആ മേളത്തിന് താളം പിടിക്കുന്ന ആളുകൾ അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച. പൂരക്കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച അത് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ.
പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ പടിഞ്ഞാറേ നടയിൽ എഴുന്നള്ളി മേള അകമ്പടിയിൽ കുട മാറുന്ന ചടങ്ങാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം പകൽ വെടിക്കെട്ട് നടക്കും. അതിനുശേഷമാണ് ഏറ്റവും വൈകാരികമായ നിമിഷം ഉപചാരം ചൊല്ലലിന് ശേഷം അടുത്ത വർഷത്തെ പൂരം പ്രഖ്യാപിക്കുകയും ചെയ്യും.